ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോ നമ്മളുടെ വിവാഹം എങ്ങനെയായിരുന്നു, അതായത് എങ്ങനെയത് ബിഗിൻ ചെയ്തു എന്നൊക്കെ അറിയാം. എൻ്റെ എക്സ്പീരിയൻസ് ജർമ്മനിയിലായിരുന്നു, ജോർജിന്റെ എക്സ്പീരിയൻസ് ഇവിടെയായിരുന്നു. എനിക്ക് അറിയാനുള്ളൊരാഗ്രഹം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, പ്രത്യേകിച്ച് കേരളത്തില് എങ്ങനെയാണ് വിവാഹം ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അവർ ഒന്നിച്ചു വരുന്നത്, എങ്ങനെയാണ് അത് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും. എനിക്ക് 92 ആണ് ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങുന്നത്. 92 സർവീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഒരു വിവാഹത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ പുള്ളിക്കാരത്തെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം പറഞ്ഞു വന്നു. അപ്പോൾ ഭാര്യ റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം പെട്ടെന്ന് സ്റ്റാൻഡ് മാറ്റി, എനിക്ക് ഇത്ര ലക്ഷം രൂപയും ഇത്ര സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. സമ്മർ ഇൻ 93 ആ സമയത്താണ്. ഡവറി എനിക്ക് റീസെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഇത്രയും പണം വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റിനോട് തുല്യമായിരിക്കുന്ന ഒരു തുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു വന്നിരുന്നത്. അപ്പൊ ധനത്തോടുള്ള ആർത്തി ഒരു സമയത്തും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മാരേജ് കൾച്ചറിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയത്. അപ്പം അന്ന് ഇവിടെ കല്യാണങ്ങൾ നടത്തിപ്പിക്കൊണ്ടിരിക്കുന്ന വിവാഹത്തിൽ സ്ത്രീധനത്തിൻ്റെ ശതമാനം കൊടുത്ത് കല്യാണം നടത്തുന്ന ഒരു കൾച്ചറായിരുന്നു. അപ്പോൾ ആ ഒരു കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ഓരോ എഫേർട്ടുകൾ എടുത്തി. അന്ന് നടന്നിരുന്ന മാരേജ് ബ്യൂറോകൾ വിസിറ്റ് ചെയ്തു. അന്ന് മാലയോഗം എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ഈ പൊരുത്തം നോക്കുന്നതും ജാതകം എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ചൊവ്വാദോഷം എന്താണെന്നുള്ളതും കൂടി ഒന്ന് പഠിക്കാമെന്ന് കരുതിക്കൊണ്ട് ഞാൻ മാലയോഗത്തിൽ പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചൊവ്വാദോഷം എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ പറയുന്ന സ്ക്രിപ്റ്റ് എന്നൊരു സംഗതിയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്ക്രിപ്റ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ ഡയറക്ടർ ചെയ്ത് ICT എന്ന് പറയുന്ന സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ്, അവിടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചൊരു ചെറിയ ഇൻസൈറ്റ് തന്നു. അപ്പൊ അതില് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, തലയിലെഴുത്തെന്ന് പറയും. അച്ഛൻ്റെ ഫാദർ ജോർജ് കണ്ടത്തിൽ അച്ഛനായ അച്ഛൻ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് കണ്ടുപിടിച്ച എറിക് ബേൺ എന്ന സയന്റിസ്റ്റിന്റെ, സൈക്കോളജിസ്റ്റിന്റെ ഡിസൈപ്പിളാണ്. അദ്ദേഹം അമേരിക്കയിൽ പോയി ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചു. അദ്ദേഹത്തെ പഠിപ്പിച്ചത് എറിക് ബേണിന്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ജസ്യൂട്ട് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന അച്ഛൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇടയായി. അപ്പം അതിലെ സ്ക്രിപ്റ്റിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് തലയിൽ എഴുത്തായിട്ട് നമ്മുടെ തലയിൽ എന്തെങ്കിലും കാര്യം കിടപ്പുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കും. വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ചതുപോലെ സംഭവിക്കാൻ ഇടയാകും. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു തോന്നൽ, തലയിലെഴുത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൊവ്വാദോഷമുള്ള ജാതകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ വിശ്വസിക്കും. അത് ദൈവ തീരുമാനമായിട്ട് അവരങ്ങ് തീരുമാനിക്കും, ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പം എന്തെങ്കിലും നല്ലത് സംഭവിക്കും എന്നുള്ള ഹോപ്പ് അതിനകത്ത് അവർക്ക് ഇല്ലാതെ പോകും. നമുക്കൊരു പ്രതീക്ഷയില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് വിജയിക്കാൻ സാധ്യത ഇല്ല. ചില ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ അന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന രാജയോഗം ഉണ്ടെന്നൊരു കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. കാരണം ചൈൽഡ് ബിലീവ്സ്. എനിക്കങ്ങനെയാണ്. എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞു, മനുഷ്യന്മാരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിൽക്കേണ്ട കൊച്ചാണ്, നെഞ്ചും കൂടി ഇരിക്കുന്നതിൻ്റെ എല്ലും തൊലിയും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ഒരു കോഴിമുട്ട പൊട്ടിച്ചെൻ്റെ വായിൽ ഒഴിച്ചു തന്നു, പച്ചമുട്ട. എനിക്കിപ്പോഴും മനുഷ്യന്മാരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടുന്ന ഈ ചെറുപ്പത്തിൽ, ഞാൻ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് നല്ല പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്ക്രിപ്റ്റ് പോസിറ്റീവായിട്ട് വരും. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഡെപ്തിലേക്ക് പോകാതെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കാൻഡിഡേറ്റ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് ഒരു മാട്രിമോണിയിൽ തുടങ്ങാൻ എനിക്ക് നിമിത്തമായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകൻ്റെ ഇടപെടലായിരുന്നു എന്ന് വേണം കരുതാൻ.
ഏതായാലും ഇന്ന് ഈ സ്ത്രീധനത്തിൻ്റെ ശതമാനം കൊടുക്കുന്ന കൾച്ചർ ഇല്ല. ആ കൾച്ചറിന് നിയമപരമായ കുറേ തടസ്സങ്ങളും കാര്യങ്ങളും സംരക്ഷണങ്ങളും വന്നിരിക്കുന്നതുകൊണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന കൾച്ചർ സൊസൈറ്റിയിൽ നിന്ന് ടോട്ടലി എറാഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പൊ ഡൗറി സിസ്റ്റം ഡൗറി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. ആരും വാങ്ങുകയുമില്ല, കൊടുക്കുകയില്ല. പക്ഷെ വളഞ്ഞ വഴിയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാകാം. പലപ്പോഴും കണ്ടിരിക്കുന്ന പുരുഷന്റെ സ്വത്ത് കല്യാണ സമയത്ത് കിട്ടുന്നില്ല, സ്ത്രീക്ക് പിതൃസ്വത്തിലുള്ള അവകാശം ആ കുട്ടിയുടെ പേരിൽ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുതി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു കൾച്ചർ ഇപ്പോൾ ഇവിടെയുണ്ട്. അതിലൊരു മാറ്റം വന്ന മറ്റല്ലെങ്കിൽ കണക്ക് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്ന സംഗതി ഉണ്ടായിരുന്നു. കല്യാണാലോചനകളിൽ സാറ് നേരത്തെ പറഞ്ഞല്ലേ, കുടുംബത്തിലൊരാളുടെ കല്യാണത്തിന്റെ പെണ്ണുകാണൽ കാണാൻ പോയിട്ട് മക്കൾക്കുണ്ടായ ഫീലിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള അസ്വസ്ഥതകൾ പല സമയത്തും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇപ്പോൾ കല്യാണം അന്വേഷിക്കുമ്പോൾ പ്രേമവിവാഹങ്ങൾ ഒരു കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. ഇപ്പോൾ പ്രേമം മാത്രമേ ഉള്ളൂ, പ്രേമവിവാഹങ്ങൾ അപൂർവമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ. എനിക്ക് കറക്റ്റ് ഡേറ്റ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനൊരു നമ്പറില്ല. ആൾക്കാർ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ബട്ട് ദേ പ്രിഫർ ടു ഗോ ഫോർ മേക്ക് ഇറ്റ് ആസ് എൻ അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ, അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് അവരുടെ അവകാശങ്ങളും പിതൃസ്വത്തിലുള്ള അവകാശങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പോകുന്നത്. അത് പല മാതാപിതാക്കളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നല്ലതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. മാതാപിതാക്കൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. കുട്ടികളുടെ ഉള്ളിലൊരു റിബല്യസ് ചൈൽഡ് ഉണ്ട്. മറ്റൊരാൾ നമ്മളോട് നമ്മുടെ പുറത്ത് അധികാരമുള്ള ഒരാൾ നമ്മളോട് പറയുന്നതിനെ എതിർക്കാനുള്ള ഒരു അർജ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്യൂസ് ഓരോന്ന് ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ട്. ഏതായാലും കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ആരെയെങ്കിലും കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ലതാണ്, ഞാനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഉചിതം. പിന്നെ കല്യാണത്തിൻ്റെ ഉത്തരവാദിത്തം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബഭാരം എന്നാണ് ആൾക്കാർ കരുതുന്നത്. കുടുംബ ജീവിതം എന്ന് ചിന്തിക്കുന്നതിന് പകരം കുടുംബഭാരം എന്ന് ചിന്തിച്ചിട്ട് ഇതൊരു ഭാരമാണ് എന്ന് മനസ്സിൽ വെച്ചിരിക്കുന്ന ആ നെഗറ്റീവ് സ്ക്രിപ്റ്റ് അവിടെ കിടപ്പുണ്ട്. കുടുംബ ഭാരം എന്ന് പറയുന്നത് ആ നെഗറ്റീവ് സ്ക്രിപ്റ്റ് മൂലം വിവാഹം എന്നത് ഒഴിവാക്കാൻ പല എക്സ്ക്യൂസുകൾ ആൾക്കാർ കണ്ടു. ഒരു വിവാഹം വഴി ഉത്തരവാദിത്വം ലഭിക്കുകയും ആ ഉത്തരവാദിത്വം ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോ ഒന്നുകിൽ അത് കൂടാ, അല്ലെങ്കിൽ അത് പകുതിയാകാം. അങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവർക്കില്ല. കാരണം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവര് തന്നെത്താൻ ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും ചെയ്തു കൊടുത്താണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്നുള്ള ചിന്ത കൂടുതലായിട്ടൊരു പക്ഷേ കുട്ടികളുടെ ഇടയിലുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ സ്കൂളിൽ കൊണ്ടുവരും. അത് ഓരോന്നും എന്തെല്ലാം വേണം എന്നുള്ള ഹോംവർക്ക് വരെ മാതാപിതാക്കൾ ചെയ്തു കൊടുത്തേച്ചിട്ട് ഒന്നാമതെത്താൻ വേണ്ടി, അത് അടുത്ത ഒരു സംഗതിയാണ്. ഫസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള അർജ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് ആകാനുള്ള അർജിൽ ഇവർ രണ്ടുപേരും ലൈഫ് പാർട്ട്ണർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആകണം എന്ന രീതിയിൽ കുട്ടികൾ ചിന്തിക്കാൻ ഇടയും. എന്താണെന്നുണ്ടെങ്കിലും ഐ ബിലീവ് ഇൻ ദ ഡയറക്ടർ. ആ സംവിധായകൻ അവിടെയുണ്ട്. സംവിധായകൻ എന്തെങ്കിലും കണ്ടിട്ടാണ് ഓരോ ജീവിക്കും ഇവിടെ ജന്മം തന്നിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതിനനുസരിച്ചിട്ട് ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. മാതാപിതാക്കളെ സംബന്ധിച്ചായിരിക്കും എൻ്റെ മോനെ കെട്ടിച്ച് അല്ലെങ്കിൽ മോളെ കെട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം എല്ലാം തീർന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അപ്പൊ ആ ഒരു തോന്നലിൽ നിന്ന് മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കല്യാണം എന്ന് പറയുന്ന അവരുടെ കംപ്ലീഷൻ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് അവർ ദേ വാണ്ട് ടു മേക്ക് ഇറ്റ് എ ബിഗ് അഫെയർ. ഓക്കെ, വെഡിങ് എന്ന് പറയുന്ന ഒരു വലിയ ഹ്യൂജ് എക്സ്പെൻസീവ് ആയിരിക്കുന്ന ഒരു ഇവന്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും എക്സ്പെൻസ് ബെയർ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വെഡിങ് എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആയിട്ട് തോന്നും. വെഡിങ് ഇറ്റ് സെൽഫ് ഈസ് എ ബേർഡൻ. ഫാമിലി എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് കല്യാണം കഴിഞ്ഞു, അവർക്ക് കുട്ടികളുണ്ടായി, കുട്ടികളെ വളർത്തണം, കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ വലുതാക്കണം, അവരുടെ കല്യാണം നടത്തണം. ഇറ്റ്സ് എ ഹ്യൂജ് ലാർജ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദേ ഹാവ് ടു കംപ്ലീറ്റ്. അതിൻ്റെ ബിഗിനിങ് ഇനോഗ്രേഷൻ തന്നെ ഒരു വലിയൊരു എക്സ്പെൻസ് വന്ന് വലിയൊരു ബാധ്യതയും വന്നു കഴിഞ്ഞാൽ
കയ്യിൽ നീക്കിയിരിപ്പില്ലാത്തവരിത് കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മോശക്കാരായി പോയില്ലേ എന്ന് ചിന്തിക്കും. വാസ്തവത്തിൽ പണം വളരെ കുറവുള്ള വ്യക്തി മറ്റുള്ള പണമുള്ള വ്യക്തി 5000 പേരെ വിളിക്കുമ്പോൾ ഈ പണം കുറവുള്ള വ്യക്തി 1000 പേരെ വിളിക്കുന്നു. ആ 1000 പേര് കൊണ്ട് ഒരു വിവാഹ പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിലെന്താ മോശം?